ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് ഡ്രോൺ സാന്നിധ്യം. ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിലായാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 9:35ഓടെയാണ് സംഭവം. ഇതിന് പിന്നാലെ സ്ഥലത്ത് വ്യാപകമായി തിരച്ചിൽ തുടങ്ങിയെന്ന് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. സാംബ ജില്ലയിലെ ബാരി ബ്രാഹ്മണ പ്രദേശത്ത് സൈനിക താവളത്തിന് മുകളിലായാണ് ഡ്രോൺ കണ്ടെത്തിയത്. ആകാശത്ത് ഭൂനിരപ്പിൽ നിന്നും 700 മീറ്റർ ഉയരത്തിലാണ് ഡ്രോൺ ഉണ്ടായിരുന്നത്. പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കിഴക്കോട്ടേക്ക് നീങ്ങുകയായിരുന്ന ഡ്രോണാണിത്. ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ പ്രദേശത്ത് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ സൈന്യത്തിന്റെ ദ്രുതകർമ്മ സേനാംഗങ്ങൾ രംഗത്തിറങ്ങുകയും ചെയ്തു. എന്നാൽ ഡ്രോൺ വെടിവെച്ചിട്ടതായി വിവരമില്ല. ആയുധങ്ങളോ മയക്കുമരുന്നോ കടത്തിയതാവാമെന്ന സംശയം സൈനിക കേന്ദ്രങ്ങൾക്കുണ്ട്. മേഖലയിൽ ജമ്മു കാശ്മീർ പോലീസിന്റെ കൂടി സഹായത്തോടെ സൈന്യം വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണെന്ന് സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഓപ്പറേഷൻ സിന്ധുവിന്റെ പൂർണ്ണമായ ആഘാതം വിലയിരുത്താൻ ഇനിയും സമയമായിട്ടില്ലെന്ന് വ്യക്തമാക്കി. മനേക്ഷ സെന്ററിൽ നടന്ന റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലന്റെ ഓപ്പറേഷൻ സിന്ധൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജനറൽ. ഓപ്പറേഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അവസാനിച്ചത്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയിലും LOC സാഹചര്യത്തിലും അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഇനിയും കാണാനുണ്ട്. ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ നടത്തിയതെങ്കിലും LOCയിൽ ഇപ്പോഴും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നത്തെ തീയതി നോക്കിയാൽ സർക്കാർ സ്പോൺസർ ചെയ്ത ഭീകരത അവസാനിച്ചോ എന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. LOCയിൽ ഇപ്പോഴും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട തീവ്രവാദികളുടെയും രക്ഷപ്പെട്ടവരുടെയും എണ്ണം അറിയാമെന്നും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിയേറ്ററൈസേഷൻ എന്ന വിഷയത്തിൽ ഒന്നിലധികം ഏജൻസികൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ കമാൻഡും ഏകോപനവും ആവശ്യമാണെന്നും ആർമി ചീഫ് പറഞ്ഞു. നാടകവൽക്കരണം എത്രയും വേഗം അല്ലെങ്കിൽ പിന്നീട് അനിവാര്യമായും വരുന്ന ഒന്നാണ്. അത് നടപ്പിലാക്കുന്നതിന് സംയുക്ത സംയോജനം, ശ്രദ്ധാപൂർവമായ ആസൂത്രണം എന്നിവ ഉൾപ്പെടുന്ന നിരവധി ഘട്ടങ്ങൾ നമുക്ക് ആവശ്യമാണ്. യുദ്ധങ്ങൾ സൈന്യം ഒറ്റയ്ക്ക് നടത്തുന്നതല്ല. നിരവധി ഏജൻസികൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ തിയേറ്ററൈസേഷൻ പരിഹാരമായി മാറുന്നു. നിർവഹണം ഫലപ്രദമായി ഏകോപിപ്പിക്കുന്നതിന് ഒരൊറ്റ കമാൻഡർ ആവശ്യമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെയും രാജ്യത്തിന്റെയും പ്രൊഫഷണലിസത്തിനും പരിശ്രമത്തിനുമുള്ള ആദരാഞ്ജലി എന്നാണ് ജനറൽ ഓപ്പറേഷൻ സിന്ധൂറിനെ വിശേഷിപ്പിച്ചത്. ഇതൊരു സൈനിക നടപടിയുടെ വിവരണം മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും രേഖയാണ്. LOC സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷങ്ങളുമായി നമ്മൾ പരിചിതരായി തീർന്നിരിക്കുന്നു. മാത്രമല്ല അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രസക്തി, നഷ്ടങ്ങൾ, വെല്ലുവിളികൾ എന്നിവ എല്ലായ്പ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രതിരോധ പരിഷ്കരണങ്ങളെ കുറിച്ച് സംസാരിക്കവേ പ്രതിരോധ ഇടനാഴികളെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ GST പരിഷ്കരണത്തിന്റെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ജനറൽ അതിനെ സ്വാഗതം ചെയ്തു. പരിഷ്കരണം പ്രതിരോധ ഇടനാഴികളിൽ കൂടുതൽ നിക്ഷേപം അനുവദിക്കുകയും MSMEകളെയും സ്റ്റാർട്ടപ്പുകളെയും പിന്തുണയ്ക്കുകയും ചെയ്യും. ഇന്ത്യൻ സൈന്യത്തിനായുള്ള ഗവേഷണം, വികസനം, നിർമ്മാണം, ഉപകരണങ്ങളുടെ നവീകരണം എന്നിവയിൽ നിക്ഷേപിക്കുന്നത് അവർക്ക് എളുപ്പമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.